സ്വർഗത്തിൽ പോവുക എന്ന പദപ്രയോഗം വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനികൾക്കിടയിൽ സർവ്വസാധാരണമാണ്. സ്വർഗത്തിലെ സൗകര്യങ്ങളും സുഖങ്ങളും തങ്കത്തെരുവീതികളും ഒക്കെയാണ് അവരുടെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നത്. അവിടെ ചെന്നാൽ കരച്ചിലില്ല, കണ്ണുനീരില്ല, നിലവിളിയില്ല, മുറവിളിയില്ല. തികച്ചും പ്രത്യാശ നിർഭരമായ ആനന്ദപ്രദമായ ഒരു സ്വസ്ഥതയുടെ അനുഭവം. അതുകൊണ്ട് സ്വർഗത്തിൽ എങ്ങനെയും എത്തിച്ചേരുക എന്ന ഒരു മിനിമം പരിപാടിയിൽ ക്രിസ്തീയ ജീവിതത്തെ ഒതുക്കി നിർത്തിയതായിട്ട് പലരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ സ്വർഗത്തിൽ പോവുക എന്ന ഒരു പദപ്രയോഗം പൗലോസിൻ്റെ എഴുത്തുകളിൽ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. സ്വർഗത്തിൽ പോകാൻ വേണ്ടി രക്ഷിക്കപ്പെടണം, സ്വർഗത്തിൽ പോകാൻ വേണ്ടി സ്നാനപ്പെടണം, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം എന്നൊന്നും അല്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗമാകുന്നത് കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉള്ളത് കൊണ്ടാണ്. സ്വർഗത്തിനല്ല വാസ്തവത്തിൽ നാം പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമം എന്നുള്ള പൗലോസിൻ്റെ ജീവിത ലക്ഷ്യം. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക, ക്രിസ്തു എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ, ഇവനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ എന്നൊക്കെയുള്ള പൗലൂസിൻ്റെ പ്രബോധനങ്ങൾ, ഇതിനെല്ലാം തെളിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മെ ദൈവം എന്തിനാണ് വിളിച്ച നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തമാണ്. ആ വാക്യം ഇപ്രകാരമാണ്: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ 2:14 യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് നിങ്ങളെ വിളിച്ചത്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ ആണ് നിങ്ങളെ വിളിച്ചത്. ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ അതിനുവേണ്ടിയാണ് തിരഞ്ഞെടുത്തത് എന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. ഇങ്ങനെ ക്രിസ്തു എന്ന ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തിരിച്ച് വിടുന്ന ചിന്തകളെ നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നരകം പേടിച്ചും സ്വർഗം കൊതിച്ചും എങ്ങനെയായാലും ജീവിച്ച് സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരാഗ്രഹം അല്ല, ഒരു ലക്ഷ്യമല്ല യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. സ്വർഗം നല്ലതാകട്ടെ, സ്വർഗത്തിലെ സൗകര്യങ്ങൾ അത് വളരെ സുന്ദരമാണ്. അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൽ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം മുഴുവൻ നിൽക്കേണ്ടത്. ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശുവിനെ പോലെ ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ പരിശുദ്ധാത്മാവ് പണിത് പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാ സ്നാനത്തിൽ
ദൈവം നമ്മെ നടത്തുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു, അപ്പം നുറുക്കുന്നു, സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നു. തീർന്നു. അത്രയും കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം തീർന്നതായി പലരും ചിന്തിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ തട്ടി നിൽക്കുകയാണ് ക്രിസ്തീയ ജീവിതം. അതിനപ്പുറത്തേക്കുള്ള ഒരാത്മീക ചിന്ത, ഉത്തമമായ ചിന്ത പലർക്കും ഗ്രഹിപ്പാനായിട്ട് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് പാതി വഴി ചെന്നിട്ട് എങ്ങോട്ട് പോകണം, എങ്ങനെ ആയിരിക്കണം എന്ന് അറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ നമ്മെ നിയമിച്ചിരിക്കുന്നു എന്ന വചനം നമ്മെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കട്ടെ. നാം ഒരു നാൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കാൽവറി ക്രൂശിൽ ചങ്കിലെ ചോര തന്ന് നമ്മെ രക്ഷിച്ച രക്ഷകൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ക്രിസ്തുവാണ് എൻ്റെ ജീവൻ എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് യേശുവിനെ കൂടുതൽ സ്നേഹിപ്പാനും യേശുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് സഹായിക്കുന്ന ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുവാനും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായ സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.